വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ തന്നെ 32 മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. അതിൽ പലതും ഈ നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. ലിഷോ, ഇതിൽ എത്ര പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? നമുക്ക് മറ്റൊരു കാര്യമുള്ളത്, പല വീടുകളും പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. വീട്ടിലെ ഉറ്റവരെ കാണാനില്ല എന്നൊക്കെ എണ്ണി പറയുന്ന പല ആളുകളും ലിഷോയ്ക്ക് ചുറ്റുമുണ്ട്. ഈ കാണാതായവരുടെ ഒരു കണക്ക് അവിടെ നിന്ന് എങ്ങനെയാണ്? അതായത് ഈ സംഭവം നടന്നതിന് ശേഷം കിലോമീറ്ററുകൾ ഇപ്പുറത്ത് ചാലിയാറിലേക്കാണ് ഈ മൃതദേഹങ്ങൾ ഒലിച്ചെത്തിയത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം. ഇവിടെ നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലേക്ക് 57 മൃതദേഹങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും എല്ലാ ഭാഗങ്ങളും പല മൃതദേഹങ്ങളിലും ഇല്ല എന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചിലർക്ക് ചില അവയവങ്ങളൊക്കെ ഇല്ലാതെ, ചില ശരീരഭാഗങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വയനാട്ടിൽ നടന്ന ഒരു ദുരന്തത്തിൽ അതിനുശേഷം പിന്നീട് കിലോമീറ്ററുകൾ കാട്ടിലൂടെ ഒലിച്ച് ആണ് ഈ ചാലിയാറിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ മൃതദേഹങ്ങൾ പല ഘട്ടത്തിലായി പാറയിലും മറ്റുമെല്ലാം ഇടിച്ച് അങ്ങനെ ഈ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട രീതിക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉറ്റവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള മൃതദേഹങ്ങളാണ് ഭൂരിഭാഗവും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരുമായും അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതരുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും എല്ലാം തന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ നിലവിലത്തെ കണക്കനുസരിച്ച് 57 മൃതദേഹങ്ങളാണ് നിലവിൽ ഈ ആശുപത്രിയിൽ ഉള്ളത്. അതിൽ 47 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ 3 മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 50 മൃതദേഹങ്ങൾ 50 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും തിരിച്ചറിയുകയും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ഉൾപ്പെടെയുള്ള, അതായത് കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി ഇന്നലെ മുതൽ തന്നെ ഈ ഒരു മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ച് ആ ഒരു സമയം മുതൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇനി 7 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയാക്കാനുള്ളത്. നിലമ്പൂർ സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ലിഷോയ് ആണ് തന്നത്. 57 മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ 50 പേരെ തിരിച്ചറിഞ്ഞു. 47 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 3 പേരെ കൂടി തിരിച്ചറിഞ്ഞു. മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഈ ഘട്ടത്തിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ രക്ഷപ്പെടാൻ വേണ്ടി ജീവനം കൊണ്ട് ഓടിയപ്പോൾ പലരും ഈ മണ്ണിടിച്ചിലിൽ പെട്ടു, ഒഴുകിപ്പോയി. ഈ പാറക്കെട്ടുകളിലൊക്കെ ഇടിച്ച് അവയവങ്ങൾ മുറിഞ്ഞു പോയ നിലയിലാണ് പല മൃതദേഹങ്ങളും ഉള്ളതെന്നാണ്. ഇനി